രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഈ പന്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത്താനാസ് തിരുമേനി ഉള്ള കാലത്ത് തിരുമേനി ഇരിക്കുന്ന അതേ സ്ഥാനത്താണ് നമ്മുടെ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി ഇരിക്കുന്നത്. അത്താനാസ് തിരുമേനി തൻ്റെ ബാല്യത്തിൽ എങ്ങനെയാണ് ഈ പെരുന്നാളിൽ പങ്കെടുത്തത്, അതുപോലെയാണ് ഈ പെരുന്നാളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം മെത്രാപ്പോലിത്ത സ്ഥാനമേറ്റ 1986 കാലഘട്ടത്തിൽ കാപ്പ ധരിച്ച് 2 റാസയ്ക്കും മുഴുവൻ സമയം നടന്നത് ഓർക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇത്രമാത്രം ആവേശം? അപ്പം ജനിച്ചപ്പം തൊട്ട് കാണുന്ന പെരുന്നാളാണ്. ഈ പെരുന്നാളിന് വലിയ പ്രാധാന്യമുണ്ട്. 1678 സിറിയയിൽ നിന്ന് വന്ന അന്ത്രയോസ് ബാവ ഒരു പരിശുദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തും ജീവിതത്തിന് ശേഷവും വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹം 1692 മാർച്ച് 2 കല്ലടപ്പള്ളി വെച്ച് കല്ലടപ്പള്ളി പ്രദേശത്ത് വെച്ച് കാലം ചെയ്യുകയും കല്ലടപ്പള്ളിയിൽ അടക്കുകയും ചെയ്തു. 2004 ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വലിയ വരൾച്ചയിൽ നമുക്ക് സമൂഹ സദ്യ നടത്തുവാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത്, വെള്ളമില്ലാത്ത സമയത്ത് ഈ കിണറ്റിലെ വെള്ളം പൊങ്ങി വന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും 2 ദിവസത്തെ അവധിക്ക് വന്ന് ഇവിടെ വിളമ്പുന്നവരുണ്ട്. അതുകൊണ്ട് ആ വലിയ പാത്രം എടുത്ത് നടക്കുന്ന ലാബിനൊക്കെ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ജോർച്ചാന് ആലമുടി ജോർച്ചാൻ പറയുന്നുണ്ട്, ഈ അന്ത്രയോസ് ബാവായിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും കിട്ടിയിട്ടില്ല. പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ധാരാളം ചെറുപ്പക്കാർ കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്രയോസ് ബാവ നമ്മൾ ആദ്യകാലം 333-ാം ഓർമ്മപ്പെടുന്ന ആളാണ്. ഇത് 500 ആകും, 600 ആകും, നമ്മളൊന്നും അന്ന് കാണില്ല. പക്ഷെ ഓർക്കണം, ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ കല്ലട പള്ളിയിലാണ് പോയി നമ്മൾ ഈ പെരുന്നാൾ നടത്തിയിരുന്നത്. പുത്തൻകാവുകാർ ചെല്ലുമ്പോൾ വെറ്റില വെച്ച്, താലത്തിൽ വെറ്റില വെച്ച് നമ്മളെ സ്വീകരിക്കുമായിരുന്നു. ഒരു ഓർമ്മ പെരുന്നാൾ നമ്മൾ വരുന്നതിന് മുമ്പേ പെരുന്നാൾ തുടങ്ങി. അന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞു, അന്ത്രയോസ് ബാവ ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ ഒപ്പം വരും എന്ന് പറഞ്ഞ് ഒരു പിടി മണ്ണുമായിട്ട് പുത്തൻകാവിൽ വന്ന് പടിഞ്ഞാറ് ആ മണ്ണിട്ട് കുരിശ് സ്ഥാപിച്ചു. ആ കുരിശാണ് ഇന്ന് ആ ചാപ്പലിൻ്റെ മധുവായിൽ നിൽക്കുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഒരു ഓർമ്മയാണ്. 30 വർഷം മുമ്പ് എൻ്റെ അമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. അന്ത്രയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിന് കൊടുക്കണം, വിശ്വാസി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അതേ അമ്മയാണെങ്കിൽ എല്ലാ പെരുന്നാളിനും പടിഞ്ഞാറെ കുരിശിൽ പോയി വെളിച്ചെണ്ണ നേർച്ച, അവിടുത്തെ നേർച്ച വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്ന ആയുസ്സൊന്നുമല്ല. ഞങ്ങളെപ്പോഴും പറയും, ദൈവമേ, അടുത്ത പെരുന്നാളിന് അന്ത്രയോസ് ബാവയുടെ പെരുന്നാളിന് കൂടുവാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ എന്ന്. പുത്തൻകാവുകാരുടെ ആയുസ് പോലും ഈ പെരുന്നാളുമായി ബന്ധപ്പെടുത്തിയാണ് പറയാറുള്ളത്. ഞങ്ങളിവിടെ എല്ലാ സൗഹൃദത്തോടാണ് എല്ലാവരെയും സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ മണ്ണിൽ ആരോടും വിരോധമില്ല. BJP-ക്കാരും മാർക്സിസ്റ്റുകാരും ഹൈന്ദവരും മുസ്ലിമും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ആറന്മുള വള്ളസദ്യയെ പങ്കെടുത്തത് ഓർക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപിടി ചോറ് അവിടുന്ന് കഴിക്കുമ്പോൾ എന്തോ ഒരു മതസൗഹാർദ്ദമാണ് ഉണ്ടാകുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പുണ്യഭൂമിയായി പുത്തൻകാവ് മാറുകയാണ്. ഇവിടെ കടന്നു വന്നവർക്കെല്ലാം പുത്തൻകാവിൽ കൊച്ചു തിരുമേനി ഒരു കാലഘട്ടത്തിൽ ഇതിന് നേതൃത്വം നൽകി. ഈ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു, വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ പെരുന്നാൾ നടത്തി. അദ്ദേഹമാണ് ഇന്ന് ഒരു കാലഘട്ടത്തിൽ ഈ പെരുന്നാളൊക്കെ നടത്തുന്നതിന് മുൻപന്തിരുന്നത്. പരിശുദ്ധ പുത്തൻകാവിൽ കൊച്ചു തിരുമേനി സഭ പരിശുദ്ധനായി പ്രഖ്യാപിച്ചില്ലേലും ആ കബറിടത്തിൽ നിന്നും നമുക്ക് അനേക പുണ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, മുട്ടുകുത്തി അവിടെ പ്രാർത്ഥിക്കുന്ന ആരെയും കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം അത് കുന്നംകുളംകാരാണ്. കുന്നംകുളത്തു നിന്ന് വന്നാണ് അവർ മുട്ടുകുത്തിയേ പ്രാർത്ഥിക്കത്തുള്ളൂ. നമ്മളവിടെ ഒന്ന് കുനിയത്തേ ഉള്ളൂ. അങ്ങനെയുള്ള പരിശുദ്ധന്മാരുടെ മണ്ണാണ് 6-ാം മർത്തോമ 8-ാം മർത്തോമ പുത്തൻകാവിൽ കൊച്ചു തിരുമേനി. ഈ പുണ്യപിതാക്കന്മാരുടെ സാമീപ്യം നിങ്ങൾക്കറിയാം. നമ്മുടെ സംസ്ഥാനവും നമ്മുടെ സമൂഹവും മയക്കുമരുന്നും ലഹരിയിലുമൊക്കെ അകപ്പെടുമ്പോൾ നമ്മുടെ യുവതലമുറയെ രക്ഷിക്കുവാൻ ആത്മീയ ശക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതെപ്പോഴും ഓർക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഈ മണ്ണിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ എന്ന് ആശംസകൾ നേരുന്നു. ഈ അന്ത്രയോസ് ബാവയുടെ പെരുന്നാളിന് കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.